ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനും അണ്ണനും എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ട്രിപ്പിന് പോവുകയാണ്, ഒരു ഫാമിലി ട്രിപ്പ്. ഞാനും അണ്ണനും അനിയത്തിയും അനിയനും ചേട്ടായും ചേച്ചിയും കുട്ടിപ്പട്ടാളങ്സ് എല്ലാവരുമായിട്ടാണ്. അനിയത്തിയും ചേച്ചി എന്ന് വെച്ചാൽ നമ്മുടെ വല്യച്ഛൻ്റെ മക്കളാണ്. അവർ നമ്മളെ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. അച്ചു അനീച്ചയാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ചേട്ടായും അനിയനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അച്ചുവിൻ്റെ അനിയൻ്റെയും ആദ്യത്തെ, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ഹണിമൂൺ ട്രിപ്പായിട്ട് എനിക്ക് തോന്നുന്ന ഇതായിരിക്കും. അപ്പം നമ്മളിപ്പം വാമിയും ഇവമോളും നമ്മുടെ കൂടെ ഇല്ല, അവർ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം മക്കളെയും കൂട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്താണ് വല്യച്ഛൻ്റെ വീട്. വല്യച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ചേട്ടായിയും വാമിമോളെയും ഇവമോളെയും അന്നീച്ചയും പങ്കൂസിനെ എല്ലാം കൂട്ടിയിട്ട് നമ്മളിനി അച്ചുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അച്ചുവും അനിയനും അതും എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിനടുത്താണ് വല്യച്ഛൻ്റെ വീട്, വല്യച്ഛൻ്റെ വീട്ടിൻ്റെ കുറച്ചടുത്താണ് അച്ചൂസിനെയും കൊണ്ടുപോയേക്കുന്നത്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൾ വരാൻ വേണ്ടിയിട്ട്. ഏകദേശം നമ്മളൊരു 9:30 മണിയൊക്കെ ആയപ്പം തന്നെ ഇവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു മണിക്ക് മുന്നെങ്കിലും അവിടെ എത്തണമെന്ന രീതിയിലായിരുന്നു ഇവിടുന്ന് പോയത്. പിന്നെ നമ്മൾ പോകുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ. കാരണം നമുക്കൊരു മന്ത് ക്ലോസിങ് ഡേ ആയതുകൊണ്ടാണ് നമുക്ക് ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വരുന്ന രീതിയിൽ പോകാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് ഞായറാഴ്ച പോയിട്ട് ഞങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് അല്ലെ രാത്രി വരുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പം ഞായറാഴ്ച നമ്മളൊരു മാക്സിമം 1 മണിക്ക്, അപ്പം വലിയ തിരക്കോ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ റിസോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും ഒരു ട്രിപ്പിന് പോയ ഉടനെ ഷീജാമ ഉണ്ടാക്കി എന്തെങ്കിലും പലഹാരം നമുക്ക് തന്നു വിടാം കേട്ടോ. അന്ന് നമുക്ക് തന്നത് നമ്മുടെ ചായക്കടക്കൊക്കെ ഇല്ലേ, ആ കേക്ക് ഷീജാമ ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ അതൊക്കെ അച്ഛനും അൻറ്റീച്ചയ്ക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അതും കൊണ്ടുവന്ന് നമ്മൾ കാറിൽ ഇരുന്ന് കഴിക്കുമായിരുന്നു. കുട്ടിപ്പട്ടാളൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അൻറ്റീച്ചി പിന്നെ രാവിലെ വീട്ടിലുണ്ടാക്കിയ കാപ്പി, അതായത് ഇലയപ്പം കുറച്ച് കരുതിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് പകുതി എത്തുമ്പോൾ തന്നെ വിശക്കുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും മക്കളെ കൊണ്ടുപോകുമ്പോൾ ഫുഡ് കുറച്ച് കരുതിയേക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ കൂടുതലും വോയിസ് കൊടുക്കുന്നത് വെച്ചാൽ കാറിൽ നമ്മൾ നല്ല രീതിയിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് എനിക്കവിടെ വോയിസ് കൊടുത്തേ പറ്റൂ. ചേട്ടായി ഫ്രണ്ടിലിരുന്ന് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ചു ഇലയപ്പം എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അനിയൻ്റെ വായിലും എൻ്റെ വായിലും അൻറ്റീച്ചിയുടെ വായിലും അണ്ണൻ്റെ വായിലും ചേട്ടായിയുടെ ഒക്കെ വായിൽ വെച്ച് കൊടുത്തു, മക്കൾക്കും കൊടുത്തു. അപ്പം കുറച്ച് എത്തിയപ്പോൾ തന്നെ ചേട്ടായിയുടെ മടിയിക്കെടുത്ത് പങ്കൂസും ഇവമോളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മാമിമോൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഉറക്കമൊന്നും വന്നില്ല. അവൾക്ക് ഇങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാനായിരുന്നു ഇഷ്ടം. ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വീട്ടിൽ കൂടുമെങ്കിലും നമ്മൾ ഇതേപോലെ ട്രിപ്പും കാര്യങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ചേട്ടായി വന്നപ്പോൾ തന്നെ നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പോകാൻ പറ്റുമെന്നൊന്നും കരുതിയതല്ല, എന്നാലും പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇനി അവിടെ ചെന്നിട്ട് എങ്ങനെയാണ്, ഞങ്ങൾക്ക് മെയിനായിട്ട് വേണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്ഥലങ്ങൾ കാണണം, അങ്ങനെയൊന്നും വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല. ജസ്റ്റ് നമ്മളൊന്ന് ഒരു റിസോർട്ടിൽ ഇങ്ങനെ താമസിക്കുക, നമ്മൾ സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും അരുവിയോ നദിയോ അങ്ങനെ എവിടെയെങ്കിലും കുളിക്കാനൊക്കെ പറ്റുക, അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. അപ്പം അങ്ങനെയൊക്കെ വേണമെന്നായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കല്ലാറെന്നും പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് എത്തിയേക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് റിസോർട്ടിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. അപ്പോൾ ആദ്യം വിചാരിച്ചു പോയി ബാഗൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ റിസോർട്ടിൽ തന്നെ ഫുഡുണ്ട്. എന്നാലും നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന ഡേയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ ഫുഡ് തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും തരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ തന്നെ ആയിരിക്കും ഫുഡ് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നമ്മൾ റിവർ കൺട്രി എന്നും പറഞ്ഞിട്ട് ഒരു റിസോർട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ബാഗെല്ലാം എടുത്തത് ഇതേപോലെ നമ്മുടെ ഈ പാത്തിൽ കൂടെ കടന്ന് വേണം നമ്മൾ റിസോർട്ടിലോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്നതാണ് കല്ലാറ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ട്രിവാൻഡ്രം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. താഴെ കാണുന്നതാണ് കല്ലാറ്. അവിടെ നമുക്ക് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് നമ്മളൊരു 12:30 1 മണി ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ വന്ന് ആദ്യം നമ്മൾ ബാഗൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം അവിടെ റിസോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് അവിടെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ റിസോർട്ടിന് അവിടെ തന്നെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്ന് പ്ലേ ഗ്രൗണ്ടിലൊക്കെ കളിച്ചതിന് ശേഷം റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ജസ്റ്റ് റൂമൊക്കെ ഒന്ന് റെഡിയായി വരുന്നത് വരെ ഞങ്ങൾ അവിടെ സൈഡിൽ തന്നെ ഒരു ബാഗൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ജസ്റ്റ് ആ പ്ലേ ഗ്രൗണ്ടിലൊന്ന് കളിക്കാൻ പോയി. ഇറങ്ങിയ പോയി നല്ല ചൂര കാല് നേരെ പോയി തെള്ളടി മാമി. അച്ഛന്റെ സൈഡ് താഴത്തില്ലല്ലോ അടി നീ. ഓ അച്ഛൻ പൊങ്ങി അച്ഛ താക്കടി. അച്ഛ കൊമ്പത്ത് പോയി. എടി അരണി നീ കൂടെ പിടിച്ചവളാ. എമു ഇതല്ലേ? എമു ആണോ അത്? പക്ഷി അതിന് ഫ്രൂട്ട്സ് ആട്ടോ മൊത്തം കഴിക്കുന്നത്. ആപ്പിൾ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് റിസോർട്ടിനടുത്തൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം നമുക്ക് റൂം റെഡിയാണെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ കൊണ്ട് ബാഗ് വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. മുകളിൽ ഞാനും അണ്ണനും വാമിമോളും ഇവമോളും ആയിരുന്നു. താഴെ 2 റൂമും മുകളിൽ 1 റൂം അങ്ങനെയായിരുന്നു. താഴെ 2 റൂമിലായിട്ട് അഞ്ചീച്ചിയും ചേട്ടായും പങ്കുവച്ചു. ഇപ്പോഴത്തെ റൂമിലായിട്ട് അനിയനും അച്ചൂട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ബാഗൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത റിസോർട്ടിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങിയത് കുളിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം വൈകിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുളിക്കാൻ പോകുന്നുള്ള രീതിയിലൊക്കെ ഇരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അനിയനും അച്ചൂട്ടിയും ഭയങ്കര ഫോട്ടോഷൂട്ട് എടുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു കുറച്ച് ഫസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വന്നിട്ട് കുളിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പം തന്നെ ഞങ്ങൾ റെഡിയായി കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ഞാൻ ഫോൺ കൈ കൊണ്ട് വിട്ടിട്ടില്ല, കൊണ്ടുപോയി ബാഗിൽ വെച്ച്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ആയി കഴിഞ്ഞ് ഫോൺ വല്ലതും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ കുറേ നേരം കളിച്ച് കഴിഞ്ഞിട്ട് രാത്രിയിലത്തേക്ക് പിന്നെ നമുക്ക് കുഴിമന്തിയും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് നമ്മൾ നേരെ തിരിച്ചത് പൊന്മുടിയിലേക്കാണ് കേട്ടോ. പൊന്മുടിയിലേക്ക് പോകാൻ കുറച്ച് നമ്മുടെ റിസോർട്ടിൽ നിന്ന് കുറച്ച് ദൂരവും കൂടെ ഉണ്ടായിരുന്നു.
നമ്മളൊരു രാവിലെ ഒരു 10:30-11 മണിയായപ്പോൾ തന്നെയാണ് നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്നത്. രാവിലെ നമ്മൾ അത് രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കിടന്നത് തന്നെ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. രാവിലത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടാണ് അവിടുന്ന് പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഫോട്ടോസൊക്കെ പൊന്മുടിയിലൊക്കെ ചെന്ന് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ക്ലൈമറ്റിൽ വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച തണുപ്പോ കാര്യങ്ങളൊക്കെ കാണുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പിള്ളേരൊക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പൊന്മുടിയിലേക്ക് പോവുകയാണ്. ചേട്ടായിയുടെ മടിയിൽ ഇപ്പോഴും പങ്കൂസും ഇവാച്ചിയും തന്നെയാണ്. അവർ രണ്ടുപേരും കൂടെയാണ് ഇരിക്കുന്നത്. പങ്കൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇവാച്ചിയെ, ഇവാച്ചിക്ക് അതേ കണക്ക് തന്നെയാണ്. അവർ രണ്ടുപേരും ഒരു ചേച്ചിയെ പോലെ കെയർ ചെയ്യാനും മാമിമോളും ഉണ്ടായിരുന്നു. പൊന്മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വെയിൽ എന്ന് വെച്ചാൽ നമ്മൾ തണുപ്പോ കാര്യങ്ങളോ ഇല്ല, എന്നാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് വെയിലാണ്, പിള്ളേരെ കൊണ്ട് പാടാണോ എന്നൊക്കെ വിചാരിച്ചു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ പൊന്മുടി. അപ്പോൾ നമ്മൾ പാറയുടെ മണ്ടയിലൂടെയൊക്കെ കയറുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ചൂസും അനിയനും കണ്ണ് തപ്പി എൻ്റെ ഫോൺ എടുത്ത് ഫുള്ള് ഷൂട്ടായിരുന്നു. അവർ പല റീലും നമ്മൾ എടുക്കണമെന്നും പറഞ്ഞിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ മുകളിലിട്ടിട്ട് റേഞ്ചേ കിട്ടുന്നില്ലായിരുന്നു. മാക്സിമം നമ്മൾ റീലെടുക്കാനെന്നൊക്കെ പറഞ്ഞ് സെറ്റായിട്ടാണ് പോയത്. പക്ഷേ കുറച്ച് 2-3 റീലൊക്കെ എടുക്കാൻ പറ്റുള്ളായിരുന്നു. അച്ചു ഇങ്ങനല്ല, എടുത്ത് കറക്കണ്ട, അതിനെ പൊക്കിയിട്ട് കുറച്ച് നടക്കണം മുമ്പിലോട്ട്. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിൽ വെച്ചിട്ട് കുറേ ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ സത്യം പറഞ്ഞാൽ കടകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അനിയൻ ഒരു പ്രാവശ്യം വന്നുകൊണ്ട് അനിയൻ പറഞ്ഞു കടയൊക്കെ കാണുമെന്ന് വെച്ചാൽ അവിടെ ഒന്നും കടയില്ലായിരുന്നു, കാരണം സീസൺ ടൈം വരുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. കാറിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു. അന്വേഷിച്ച് പോയി, അച്ചൂസ് പോയി, എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഒരു ദിവസമെങ്കിൽ 1 അല്ലെങ്കിൽ 2 ദിവസം 2 മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഉണ്ട് സങ്കടങ്ങളായാലും പ്രയാസങ്ങളായാലും, എന്നാലും നമുക്ക് പറ്റുന്ന വിധം നമ്മൾ മാക്സിമം ഒന്ന് നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്താൻ നോക്കുക. അത് നമ്മുടെ പ്രിയപ്പെട്ടവരോടാണെങ്കിലോ നമ്മൾ എന്ത് ഹാപ്പിയല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ബൈ.